ഭാസ്കര കാരണവർ കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഷെറിൻ ജയിൽ മോചിതയാകുന്നു. ഷെറിനടക്കം 11 തടവുകാരെ വിട്ടയക്കാനുള്ള സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. മോചനത്തിനുള്ള തീരുമാനം വരുമ്പോഴും 15 ദിവസത്തെ പരോളിൽ ജയിലിന് പുറത്തു തന്നെയാണ് ഷെറിനുള്ളത്. വിവാദങ്ങൾക്കൊടുവിൽ ഷെറിൻ ജയിലിന് പുറത്തേക്ക്. ഷെറിനെ മോചിപ്പിക്കണമെന്ന സർക്കാരിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചതോടെയാണ് മോചനത്തിനുള്ള അവസാന കടമ്പയും കടന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വന്നാലുടൻ ഷെറിന് അഴിക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാം. ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ് ഷെറിന് ലഭിച്ചിരുന്നത്. 14 വർഷം പൂർത്തിയായപ്പോൾ തന്നെ ഷെറിനെ മോചിപ്പിക്കണമെന്ന് സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകി. ജീവപര്യന്തം ശിക്ഷ ലഭിച്ചവരിൽ 20 വർഷത്തിലേറെയായി ജയിലിൽ തുടരുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് മോചനം ലഭിക്കാതിരിക്കുമ്പോഴാണ് ഷെറിനെ വിട്ടയക്കാനുള്ള ശുപാർശ സർക്കാർ ഗവർണർക്ക് കൈമാറിയത്. മന്ത്രിസഭയിലെ ഒരു ഉന്നതന്റെ സ്വാധീനത്തിന്റെ ഭാഗമായാണ് സർക്കാർ നടപടിയെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ശുപാർശ പട്ടികയിൽ നിന്ന് ഷെറിനെ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറായില്ല. 2009 നവംബർ 8-നാണ് തന്റെ ഭർത്താവിന്റെ അച്ഛൻ ഭാസ്കര കാരണവരെ ഷെറിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത്. ഭാസ്കര കാരണവർ തന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്ത് ഷെറിന് എഴുതി നൽകിയ ശേഷം വിൽപത്രം റദ്ദു ചെയ്തിട്ടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.